Watch India's largest kids library only on Jio Hotstar. Download the app now. ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ്. വേദ സിറ്റിയിലെ പ്രശസ്തനായ ഒരു ഗുണ്ട സാന്റോയെ പോലീസ് ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുന്നു. എവിടെ എന്റെ ഗാഡ്ജറ്റ് എടുത്തോണ്ട് വരൂ. ഇന്നാണ് ഗാഡ്ജറ്റ് റെഡിയായി കഴിഞ്ഞിരിക്കുന്നത്. എന്റെ അനിയൻ സാന്റോയെ ജയിലിൽ നിന്ന് പുറത്താക്കാൻ ഇനി ആരുടെയും തടസ്സമുണ്ടാവില്ല. ബസുന്തവേല, ഈ ജോലി നീ ചെയ്യണം. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? നീ ഈ ഗാഡ്ജറ്റ് കൊണ്ടുപോയി ശിവയുടെ സൈക്കിളിൽ എവിടെയെങ്കിലും ഒളിപ്പിക്കണം. ഈ ഗാഡ്ജറ്റ് ഒട്ടിപ്പിടിച്ച ശേഷം അത് തനിയെ മറഞ്ഞു പോകും. ആരുടെയും കണ്ണിൽ കാണാനും സാധിക്കില്ല. ഈ ചിപ്പ് സൈക്കിളിലായ ശേഷം ശിവ ഏതൊക്കെ സ്ഥലത്ത് പോകുന്നുവോ അവിടെ ചുറ്റുമുള്ള ബൈക്കുകൾ, കാറുകൾ എന്നുവേണ്ട പല വണ്ടികളും എല്ലാ കൺട്രോളും വിട്ട് ശിവയുടെ പുറകെ പോകും. അങ്ങനെ നഗരത്തിലുള്ള ആൾക്കാരൊക്കെ ദേഷ്യപ്പെട്ട് ശിവയെ നാട്ടി നോടിക്കും. എന്നിട്ട് ഞാൻ ലഡ്ഡു സിംഗുമായി ഒരു ഡീല് വെക്കും. അഥവാ ശിവയെ ഓടിക്കാതിരിക്കണമെങ്കിൽ എന്റെ അനിയൻ സാന്റോയെ പുറത്തിറക്കണം. അവൻ എന്താണ് ബോസേ, ഒരു കുട്ടീനെ പിടിക്കാനായിട്ട് എന്തൊക്കെ വേലത്തരങ്ങളാണ് ചെയ്യണേ എനിക്ക് മനസ്സിലായില്ല. ഈ ചെറുവിരലുകൊണ്ട് അച്ചാർ തോണ്ടിയെടുക്കുന്നതിന് പകരം എന്തിനാണ് സാറേ ഈ കൈ മൊത്തോട്ട് അച്ചാർ വാരിയെടുക്കുന്നേ? സോറി ബോസേ. അതിരിക്കട്ടെ, നിനക്ക് അത്രത്തോളം വിശ്വാസമുണ്ടെങ്കിൽ പെട്ടെന്ന് ശിവയെ പിടിച്ച് എന്റെ മുന്നിൽ കൊണ്ടുവരൂ. ശിവയെ എന്റെ കയ്യിൽ കെട്ടിയാൽ പെട്ടെന്ന് എന്റെ അനിയൻ സാന്റോയെ ജയിലിൽ നിറക്കാം. ദേ ഞാനിപ്പോ പുറപ്പെടാനാണ്. പോയത് ഞാൻ അവനെ ഉടനെ പിടിച്ചോണ്ട് വരും. വേണമെങ്കിൽ നോക്കിക്കോ. എന്നാ നമുക്ക് റേസ് തുടങ്ങാം. 1 2 3. എളുപ്പത്തില് ഞാൻ ഈ കുട്ടിയെ പിടിച്ചല്ല. എന്നെ കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഇത് കൊള്ളാലാ. കയറിട്ട് ചെക്കനെ കെട്ടിട്ടുണ്ട്, എന്നിട്ടും കൈ കൊണ്ട് അടിക്കണല്ല. എന്തോന്നാടാ വിളിച്ചു നോക്കണത്? ആ ചെറുക്കനെ കയറിട്ട് മുറുക്ക. നിങ്ങൾ മനഃപൂർവ്വം എന്നെ കയറിട്ട് മുറുക്കാണ്. ഇനി ഈ കയറ് നിങ്ങൾ തന്നെ വന്ന് അഴിച്ചു വിടണം. ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. മതിയാക്ക് ശിവ, ഞാൻ കയറയച്ചേക്കാം. ഞാൻ നിന്നോട് സോറി പറയുന്നേ. ബോസേ, ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ട്. ഞങ്ങള് പോവാ. വരൂ, നമുക്ക് സ്ഥലം വിടാം. ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ട്. നിന്റെ കയറ് ഞാൻ അഴിച്ചു വിട്ട്. ഇനി എനിക്ക് പോകാല. എനിക്ക് അവരെ സഹായിക്കാൻ പോണം. എനിക്ക് പണിയുണ്ട്. ഓക്കെ ഓക്കെ, നമുക്ക് വീണ്ടും കാണാട്ടാ. എന്നാ പോകാം. എന്തിട്ടാണ് ഈ ചെയ്യണത്? ഒന്ന് പതുക്കെ ചെയ്യ്, വേദനിക്കണെന്ന്. എന്തിനാ ബോസ് എങ്ങനെ കളിയാക്കി ചിരിക്കണത്? എന്റെ അമ്മോ, ശിവയുടെ അടി കൊണ്ട് എന്റെ എല്ലൊക്കെ പൊടിഞ്ഞു പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. ചെല്ല്, ഇനിയെങ്കിലും ഈ ചിപ്പ് കൊണ്ടുപോയി അവന്റെ സൈക്കിളിൽ വെക്കാൻ നോക്ക്.
ഈ ചിപ്പ് അവന്റെ സൈക്കിളിൽ പിടിപ്പിച്ച ശേഷം അവൻ എവിടെ പോയാലും ശരി അവന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇവിടെ ഇരുന്ന് ടിവിയിലൂടെ കാണാൻ സാധിക്കും. ആ ഗാഡ്ജറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ബട്ടൺ ഞാൻ ഇവിടുന്ന് പ്രസ് ചെയ്യും. ശിവയ്ക്ക് ചുറ്റുമുള്ള വാഹനങ്ങളെല്ലാം അവ ശിവയുടെ പുറകെ പോയിക്കൊണ്ടേയിരിക്കും. ആർക്കും ഒന്നും ചെയ്യാനാവില്ല, കാരണം അവർക്ക് ശരിക്കും കാര്യം എന്താണെന്ന് അറിയില്ലല്ലോ. ചെല്ല്, ഇനിയും ഇങ്ങനെ സമയം കളയാൻ പറ്റില്ല. ഞാൻ പോകാം. ആദ്യം ഈ മരുന്നൊന്നും ദേ നായ വന്ന് ഓടിക്കോ. എന്ത് പറ്റി ഡോഗി? ആരെവിടെ വന്നത്? ആരും കാണുന്നില്ലല്ലോ. വരൂ, നമുക്ക് അകത്തേക്ക് പോവാം. ഇനിയാണ് മോനെ ഇവിടെ കളി ആരംഭിക്കാൻ പോകുന്നത്. ഗുഡ് മോർണിംഗ് സ്വാമി അങ്കിൾ. ഗുഡ് മോർണിംഗ് ശിവ. ഗുഡ് മോർണിംഗ് തേജാനി അങ്കിൾ. ഗുഡ് മോർണിംഗ് ശിവോ. പറയൂ ലേഡി സിംഗ് സർ. ശിവ, നീ പെട്ടെന്ന് വേദാന്ത നാഷണൽ ബാങ്കിലേക്ക് വാ. അവിടെ മോഷണം നടന്നിട്ടുണ്ട്. വേഗം വാ. ലഡു സിംഗ് സർ, ഞാൻ ഉടനെ അവിടെ എത്തുന്നതായിരിക്കും. നോക്കൂ, എന്റെ കാറ് അങ്ങോട്ട് പോണു. എന്റെ കാറ് ഇതെന്താണ് ഇങ്ങനെ പോണത്? എന്തു പറ്റി എന്റെ കാറിന്? ഇത് സ്വയം അങ്ങോട്ട് പോണയാളല്ലോ. നോക്കൂ, എന്റെ കാറ് തന്നെ ഓടിപ്പോണുണ്ട്. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെയാണോ വണ്ടമാരെ കാർ ഓടിക്കുന്നത്? കണ്ണ് കണ്ടൂടെ? എന്താ ഇത്? എത്ര അധികം കാറുകൾ എന്താ എന്റെ കൂടെ തന്നെ വരുന്നത്? ശിവ, എന്തോ കുഴപ്പമുണ്ട്. ഞങ്ങളുടെ കാറൊക്കെ നിന്റെ പുറകെ വന്നോണ്ടിരിക്കണു. ഞങ്ങളല്ല കാർ ഓടിക്കുന്നത്, കാർ തന്നെ വരികയാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അല്ല, ഇത് അയാൾ തന്നെയാണെന്ന് തോന്നുന്നല്ലോ. നോക്കാം. ആ ശിവ വരുന്നുണ്ട്. ഇനി കാണാം മോനെ രസം. എന്ത് ചെയ്യും? കാറ് മുകളിലോട്ട് പോകുന്നു. ഇതെന്താ ഈ സംഭവിക്കുന്നത്? കാറുകൾ പറന്നു വരികയാണല്ലോ. ശിവ, ഇനി നിനക്ക് രക്ഷയില്ല മോനെ. നീ എന്റെ അനുജനെ ജയിലിലേക്ക് പറഞ്ഞയച്ചില്ലേ? ഇവിടെയുള്ളവരൊക്കെ ഇനി നിന്നെ പറഞ്ഞയച്ചോളും. അതും ഈ നഗരത്തിൽ നിന്ന് പുറത്താക്കും നിന്നെ. ഐ ഡോണ്ട് ബിലീവ് ദിസ്. ഇതെന്തൊക്കെയായി സംഭവിക്കുന്നത്? നോക്കൂ ശിവ, നിന്റെ സൈക്കിളിലാണെങ്കിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. നീ പറക്കുമ്പോ ഞങ്ങളുടെ കാറും കൂടെ പറക്കണ്. നിന്റെ സൈക്കിൾ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ ഞങ്ങളുടെ കാറുകളും വന്നോണ്ടിരിക്കുവാ ശിവ. അങ്കിൾ, ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഞാൻ കള്ളനെ പിടിക്കാൻ പുറകെ പോവായിരുന്നു. വിളഞ്ഞ സാധന കുട്ടി നീ. എന്താ അങ്കിൾ, വീണ്ടും അടി വാങ്ങിക്കാൻ വന്നതാണോ? ഞാനിപ്പോ എന്താ ചെയ്യണ്ടേന്ന് പറ. കക്കാനും സമ്മതിക്കുന്നില്ല, നിന്നെ കടത്തിക്കൊണ്ടു പോകാനും സമ്മതിക്കുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണോന്ന് പറ. എനിക്ക് ഈ നാട്ടിൽ താമസിക്കണമെന്ന് ഒരാഗ്രഹമില്ല. ഞാൻ പോണേണ്. പറ്റില്ല അങ്കിൾ, ഇനി അങ്കിളിന് ഇവിടുന്ന് പോകാൻ പറ്റില്ല. ആദ്യം ചെയ്യുന്ന തെറ്റ് അറിയാതെ ചെയ്യുന്ന തെറ്റാണ്. രണ്ടാമത് ചെയ്യുന്നതും തെറ്റാണ്. പക്ഷെ മൂന്നാമത് ചെയ്യുന്ന തെറ്റ് അത് ക്രൈമാണ്. ഇപ്പൊ നിങ്ങൾ ശരിക്കും ക്രിമിനൽ ആണ്. ഇനി നിങ്ങൾ പോകേണ്ട സ്ഥലം ഏതാണെന്ന് അറിയാമോ? ജയിൽ.
ശിവ ഇതിന് സമാധാനം പറയേ. ഞങ്ങളുടെ കാർ മുഴുവനും തകർന്നു, എല്ലാം തരിപ്പിടമായി. ഞങ്ങളുടെ കാറ് എന്റെ പറക്കുന്നുണ്ട്. പുതിയ കാറായിരുന്നു, മൊത്തം പോയി. നോക്കൂ ശിവ, ഇങ്ങനെ ആയാലും ശരിയാവില്ല കേട്ടോ. ഇത്രയും പേര് നിന്നെ എങ്ങനെ ഫോളോ ചെയ്ത് വരുമെന്ന് നീ തന്നെ പറയൂ ശിവ, പറയൂ. അതെ അതെ, ഇങ്ങനെയൊന്നും ആയാലും ഒട്ടും ശരിയാവത്തില്ല. നമ്മളെ ഇത് തന്നെ നല്ല കുഴഞ്ഞു അവസ്ഥ. പോകത്തേ ഞാൻ ഉള്ളൂ. നിങ്ങൾ എല്ലാരോടും സോറി പറയുന്നു. എന്നാൽ എന്തൊക്കെയാ സംഭവിച്ചതെന്ന് സത്യമായിട്ടും എനിക്ക് തന്നെ അറിയില്ല. നിങ്ങൾ ദയവേത് എനിക്ക് കുറച്ച് സമയം തരണം. ഞാൻ തന്നെ എല്ലാം ശരിയാക്കാം. ഇന്നത്തെ സംഭവം നിങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ശിവ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ വണ്ടികളും പോകുന്നു. നഗരത്തിലെ കാറുകളെല്ലാം ഔട്ട് ഓഫ് കൺട്രോൾ ആയിരിക്കുകയാണ്. ഇവയെല്ലാം ശിവയുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്നു. ഹലോ, ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് സ്പീക്കിംഗ്. ഹലോ, കേൾക്കാനല്ല ഞാൻ വിളിച്ചത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാ മതി. ആരാടാ നീ? ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിനോട് ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി? എനിക്ക് തോന്നിയ പോലെ ഞാൻ ആരോടും സംസാരിക്കും. മര്യാദയ്ക്ക് വായടച്ചിട്ട് ഞാൻ പറയുന്നത് കേൾക്ക്. നിന്റെ പുന്നാര ശിവയുടെ അവസ്ഥ ഇപ്പൊ നീ കണ്ടിരിക്കുമല്ലോ ടിവിയില്. അതെ അതെ, ഞാനിപ്പോ ടിവിയിൽ കണ്ടിരുന്നു. അവൻ എവിടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു, അവന്റെ പുറകെ എല്ലാ വണ്ടികളും പോയിക്കൊണ്ടിരിക്കാണ്. അല്ല, നീ എന്തിനാ ഇതൊക്കെ എന്നോട് പറയേണ്ട കാര്യം? അങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണക്കാരൻ ഞാനാണ്. തനിക്ക് ശിവയെ ഇതിൽ നിന്ന് രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ അനുജൻ സാന്റോയെ ജയിലിൽ നിന്ന് പുറത്തിറക്കണം. സാന്റോ? അവനെ ഞാൻ ഒരിക്കലും പുറത്തേക്ക് വിടില്ല. നീ എന്ത് കുന്തം വേണമെങ്കിൽ ചെയ്തോ. എന്നാ പിന്നെ തന്റെ ഇഷ്ടം പോലെ ആവട്ടെ. ഇപ്പൊ ഞാനൊരു കാര്യം പറയുന്നതും കൂടി കേട്ടോ. വേദാസ് മിത്ര ബാങ്കിൽ മോഷണം നടക്കുകയാണ്. തടയാൻ പറ്റുമെങ്കിൽ ചെന്ന് തടയാ. ഐ, ബാങ്കില് മോഷണോ? ഞാൻ ഇപ്പൊ തന്നെ ശിവനൊന്ന് ഫോൺ ചെയ്യട്ടെ. തീർച്ചയായിട്ടും ആ മാസം തബലയായിരിക്കും എന്റെ സൈക്കിളില് ഗാഡ്ജറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവാ. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. ശിവ, വേദാമിത്ര ബാങ്കിൽ മോഷണം നടക്കുന്നുണ്ട്. ഓക്കേ ലഡു സിംഗ് സർ. ശിവ, എന്തെങ്കിലും ഗാഡ്ജറ്റ് കിട്ടിയോ? ഇല്ല രേവ, ആ മാസം തബല എന്ത് കളിയാ കളിച്ചിരിക്കുന്നത് എനിക്ക് അറിയില്ല. ബാങ്കില് മോഷണം നടന്നിരിക്കുന്നു. എന്നിൽ അകൽച്ച പാലിച്ച് നിങ്ങൾ വന്നാൽ മതി. നിനക്കൊന്ന് പതുക്കെ പോക്കോടെ. എനിക്കിപ്പം മരിക്കാൻ ആഗ്രഹമില്ല, മനസ്സിലായോ? സാറേ, ഞാൻ എന്ത് ചെയ്യാനാ? ബൈക്ക് എന്റെ കൺട്രോൾ വിട്ട് പോയിരിക്കാണ്. നിന്നെ കുറിച്ച് ഇതുവരെ ആൾക്കാർ തന്ന കംപ്ലൈന്റ്സ് ഒക്കെ വളരെ ശരിയായിരുന്നു. ഇപ്പോഴാ മനസ്സിലായത്. സോറി ലഡു സിംഗ് സർ, പക്ഷെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ശിവ, കള്ളൻ ഓടിപ്പോയിരിക്കുന്നു. അവനെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുന്നു. ഞങ്ങൾ ആകെ തകർന്നുപോയി. ആരും എന്റെ സൈക്കിളിൽ എന്തോ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്താന്ന് അറിയില്ല. കാര്യം എന്താണെന്നുള്ളത് ഞാനിപ്പോ പറയാം. അപ്പൊ ഇതാണ് കാര്യം. ലഡു സിംഗ് സർ, എന്റെ അടുത്ത് ഒരു നല്ല പ്ലാൻ ഉണ്ട്. ബാഞ്ചുക്ക് ഫോൺ ചെയ്യ്. ഹലോ ബാഞ്ചോ. എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഞാൻ എന്റെ സ്വന്തം അനിയൻ സാന്റോയെ കാണാൻ പോകുന്നത്. സാന്റോ വന്നു കഴിഞ്ഞാൽ ആ ശിവയെ ലഡു സിംഗിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. സാന്റോ, അനിയ, ഓടിവാ മോനെ. ചേട്ടാ, എന്റെ സാന്റോ. ബാഞ്ചോ, നിനക്ക് നിന്റെ അനുജനെ തിരിച്ചു കിട്ടിയല്ലോ. ഓക്കെ, നീ ശിവയുടെ സൈക്കിളിൽ ഒരു ഗാഡ്ജറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അത് അഴിച്ചു മാറ്റിയേ വേഗം. ലഡു സിംഗ്, ഞങ്ങൾ ഇവിടെ നിന്ന് ഒരുപാട് ദൂരെ പോയതിനു ശേഷം സൈക്കിൾ ഞാൻ ശരിയാക്കിക്കോളാം, കേട്ടല്ലോ. ഇത് ചീറ്റിംഗ് ആണ്. ഹലോ അങ്കിൾ, എങ്ങോട്ടാണ് യാത്ര? ഓ, നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു ശിവ.
കുട്ടി മര്യാദയ്ക്ക് പോവാൻ നോക്ക്, അല്ലെങ്കിൽ കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഞാൻ നിന്നെ വെറുതെ വിടില്ല. എനിക്കും വിടാൻ ഒരു പ്ലാനും ഇല്ല. ദാ പിടിച്ചോ. നീ പിടിച്ചോ. ഒന്നുകൂടെ. ഇതെന്താ ഇഷ്ടപ്പെട്ടത് വീണ? ലഡു സിംഗ് സർ, ഞാൻ അവരെ ഫോളോ ചെയ്യാൻ പോവാണ്. ഓക്കെ ശിവ. ആ ഗാങ്ങിന്റെ അഡ്രസ് മനസ്സിലായി സർ. നമ്മളുടെ പ്ലാനിന്റെ ആക്ഷനിലേക്ക് കടക്കാം. ഞാനിപ്പോ താഴെ വീഴ പിടിക്ക. രക്ഷിക്കണോ. Hands up! You all are under arrest. Hi. അപ്പൊ ഇതാണ് ഗാഡ്ജറ്റ്. ഇത് ഉപയോഗിച്ചാണ് ശിവയുടെ സൈക്കിൾ കൺട്രോൾ ചെയ്തിരുന്നത്. ശിവ, ആ ഗാഡ്ജറ്റ് എനിക്ക് കിട്ടി കേട്ടോ. അവരുടെ താവളത്തിന്റെ അകത്ത് ആ മെഷീൻ ഉണ്ട്. എന്റെ ഗാഡ്ജറ്റ് നശിച്ചു. അങ്ങനെ കഴുകൻ ഇപ്പൊ നിലത്ത് വീണല്ലോ. ഇനി കണ്ടോ ജയിലിലെ മക്കള് വന്നിട്ട് എങ്ങനെ കഴിയാൻ പോണെന്ന്. മാവരപ്പിച്ച് ഇങ്ങനെ Watch India's largest kids library only on Jio Hotstar. Download the app now.